നമ്മൾ മലയാളികൾ ഇന്നൊട്ടൊരു പുതിയ ശീലങ്ങളിലേക്ക് കടക്കുകയാണ്. വീടുകളിലൊക്കെ ഉണ്ടാകുന്ന ഒരു മെയിൻ പ്രശ്നമാണ് ഈ ഫുഡ് വേസ്റ്റ് എന്ന് പറയുന്നത്. ഫുഡ് വേസ്റ്റ് ആയാലും ലിക്വിഡ് വേസ്റ്റ് ആയാലും അതിനെ ഒന്ന് നിർമ്മാർജ്ജനം ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നമുക്കത് വലിച്ചെറിയാനും പറ്റത്തില്ല. വലിച്ചെറിഞ്ഞാൽ പട്ടികളും പൂച്ചകളും ഒക്കെ വന്ന് അതിനെ ഇല്ലാണ്ടാക്കുകയും ചെയ്യും. അതിൽ നിന്ന് ഭയങ്കര സ്മെല്ല് ഉണ്ടാകും. പക്ഷെ ആ മാർഗത്തിനെ നമുക്ക് മറികടക്കാനായിട്ട് അക്വാടെക്കും അഗ്രി പോയിന്റും കൂടെ ചേർന്ന് നമുക്കൊരു പുതിയൊരു ടെക്നോളജി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇത് ബയോബിൻ ആണ്. നമുക്ക് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൊരു ബയോബിൻ ആണ്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ നമുക്ക് ഈ ഫുഡ് വേസ്റ്റിനൊക്കെ കമ്പോസ്റ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ആദ്യം നമ്മൾ ഇതിലേക്ക് ഇനോക്കുലം, ഈ കൾച്ചർ ചകിരിച്ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്ത സാധനമാണ്. ഇതിന് നമ്മൾ ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കുക. ഒരു 2 ഇഞ്ച് തിക്നെസ്സിനാണ് നമ്മൾ ഇനോക്കുലം ഇട്ട് കൊടുക്കുന്നത്. ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട്, ഇത് നമുക്ക് ഡെയിലി വരുന്ന വേസ്റ്റാണ്. ഇതിൽ നോൺ വെജ് ഉണ്ട്, വെജ് ഉണ്ട്, എല്ലാം നമുക്കെല്ലാം ഇടാം. ഇതിൽ പ്ലാസ്റ്റിക്കും ബോട്ടിലും ഒഴിച്ച് ബാക്കി എല്ലാ വെറ്റ് വേസ്റ്റും നമുക്കിതിൽ ഇട്ട് കൊടുക്കാം. ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ പുറത്തേക്ക് ഒരു ലെയറും കൂടെ നമ്മൾ ഇനോക്കുലം ഇട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ. കാര്യം സിമ്പിളാണ്. ഇതിനെ ഇനി നമ്മൾ ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ബിന്ന് നിറയുമ്പോഴത്തേക്ക് ഒരു 30 ദിവസം മാറ്റി വയ്ക്കുക. മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് അടുത്ത ബിന്ന് യൂസ് ചെയ്യുന്നതിനുള്ളിൽ തന്നെ ആ ബിന്നിലുള്ളത് നമുക്ക് കമ്പോസ്റ്റായി കിട്ടും. ഇനി ഈ കമ്പോസ്റ്റിനെ നമുക്ക് ചെടികൾക്കോ കൃഷി ആവശ്യങ്ങൾക്കോ എന്തിനു വേണേലും നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇനി മുതൽ നമുക്ക് ഇതൊരു കേരളത്തിൻ്റെ ഒരു പുതിയൊരു ഹാബിറ്റായിട്ട്, നമ്മുടെ ഒരു പുതിയൊരു ജീവിതത്തിലൊരു ശീലമായിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. Aquatech, touching lives for a better tomorrow.